ഉടുത്ത വസ്ത്രം മാറിടാനില്ലായിട്ടല്ല ഞങ്ങൾ നിന്നിരുന്നത് അല്ലേ? എന്നിട്ട് ഞങ്ങൾക്ക് ആരെങ്കിലും കൊടുന്ന് തന്നത് ഇട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ രണ്ടാമത് ഈ ജീവിതത്തിലേക്ക് എത്തിയത്. ഇതൊക്കെ പൊട്ട് മുണ്ട് കീറി കൂടുതലായിട്ട് വരികയാണ്. ഒരു ഇതിന് തന്നെ വന്ന് ഇവിടെ പെട്ട് പിന്നെ ഇപ്പൊ വന്നത് അതിലും വലിയ പേടിയിലായി. മഴ ഇനി എപ്പോൾ പെയ്താലും ആ വീടുകളൊക്കെ എപ്പോഴും ഇടിഞ്ഞു കൊഞ്ഞ് താഴെ കണ്ട അവസ്ഥയുള്ളത്. ചെയ്യുന്ന വീടുകൾ മാന്യമായിട്ട് താമസിക്കേണ്ട രീതിയിൽ അന്ന് ഇവർ പറഞ്ഞെന്താ അത് പറ്റില്ല, ഇവർ പറയുന്ന വീട്ടിൽ താമസിക്കുക. 17 പേരുടെ ജീവനെടുത്ത പുത്തുമല ദുരന്തം അന്നവർക്ക് കൈത്താങ്ങായി മാതൃഭൂമി. പൂത്തക്കൊല്ലിയിൽ 7 ഏക്കർ സ്ഥലമെടുത്തു നൽകി അതിജീവനത്തിന് അടിത്തറ പാകി. സർക്കാർ അവർക്ക് വീട് വെച്ച് നൽകി. പക്ഷേ ആ വീടുകൾ ഇന്ന് ദുരിതത്തിൻ്റെ മറ്റൊരു കഥ പറയുകയാണ്. ചോർന്നൊലിച്ച് വിണ്ടുകീറി വീടാറായ ചുമരുകൾക്കുള്ളിൽ ജീവിക്കുമ്പോൾ പേടിയെ ഇന്നും അവർക്ക് മാറ്റിവെക്കാനാവുന്നില്ല. നാൽപ്പത്തൊമ്പത് വീടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ 49 വീടിന്റെ അവസ്ഥ തന്നെയാണ്. മഴ പെയ്താൽ നിലത്തൊന്നും ഇല്ലെങ്കിൽ പാത്രം വെക്കണം, അല്ലെങ്കിൽ കട്ടിയുള്ള വല്ല നിലത്തിടുന്ന ചവിട്ടിയോ അല്ലെങ്കിൽ വല്ല തുണിയോ എന്തെങ്കിലും കൊണ്ടിട്ടിട്ട് അതിൽ ചവിട്ടി നടക്കണം. അല്ലാതെ നിങ്ങളുടെ യാതൊരു രക്ഷയില്ല. ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം കുറച്ചൊരു സമാധാനം ഉണ്ടായി. പിന്നെ മുഴുവൻ ഇത് തന്നെ സ്ഥിതി. കലക്ട്രേറ്റിൽ എത്ര പ്രാവശ്യം പോയി മാറി അദീല അബ്ദുള്ള പോയ ആണ് ഇവിടെ ഞങ്ങൾക്ക് വീടിനൊക്കെ റെഡിയാക്കി തന്നു. ഉള്ളതൊന്ന് ചോർച്ച മാറ്റി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ദൈവത്തോട് നന്ദിയും പറയുന്ന, ചെയ്ത് തന്നോലോടും നന്ദി പറയാം. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പാത്രം വെക്കണോ, ചുമരൊക്കെ നല്ല നനവാണ്, ഒലിച്ചിറങ്ങുകയാണ് വെള്ളം. ഭയങ്കര പേടിയാണ്, എപ്പോൾ പൊളിഞ്ഞ് ചാടും തലയിൽ കൂടെ എന്നറിയില്ല. ഞങ്ങൾ ഒരു ഇതിന് തന്നെ വന്ന് ഇവിടെ പെട്ട് പിന്നെ ഇപ്പോൾ വന്നത് അതിലും വലിയ പേടിയിലായി. ബെഡ്മേലൊക്കെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇരിക്കലാണ്. പിന്നെ ഇപ്പം എന്നും നമുക്ക് എല്ലായിടത്തും പോയി നിൽക്കാനും പറ്റൂലല്ലോ. ആ ഒരു ഇതിലുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കലാണ്. ഞങ്ങൾ ഇങ്ങനെ പരാതി പറയുക എന്നല്ലാണ്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാവരും വരും, വന്ന് നോക്കിയാൽ പറയും നേരാക്കി തരാം, പിന്നെ കുറച്ച് സൈക്കിങ്ങൾ ശരിയാക്കി തരാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. വന്ന് നോക്കിയാൽ പറഞ്ഞിങ്ങനെ ചെരിഞ്ഞതുകൊണ്ടാണ് ഈ ഓട് മാറ്റണം, എന്നാലേ ചോർച്ച നിൽക്കുള്ളൂ എന്ന്. അപ്പോൾ അവരൊന്നും തിരിഞ്ഞു നോക്കാണ്ട് പിന്നെ നമ്മളെന്താ ചെയ്യുക? നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് ചെയ്യാനായിട്ടൊന്നും കഴിയില്ല. പൊട്ട് മുണ്ട് കീറി കൂടുതലായിട്ട് വരികയാണ്. ഇത്രയും ഇതിൽ കൂടുതൽ വന്നിട്ട് ഞങ്ങൾ ഏത് ഇതിൽ താമസിക്കും? ഞങ്ങൾക്ക് എന്തെങ്കിലും കാട്ടിയതും ശരിയാക്കി തരിക. ഞങ്ങൾ ദുരന്തത്തിൽ നിന്ന് കഴിച്ചിലായി വന്ന ആൾക്കാരിൽ ഞങ്ങൾ 4 ലക്ഷം റുപ്യ ഞങ്ങൾക്ക് തന്നു. ഈ 4 ലക്ഷം തന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങൾ അവിടുന്ന് ദുരന്തത്തിൽ നിന്ന് കഴിച്ചിലായിട്ട് വന്നിട്ട് നമുക്ക് ജീവിക്കാം. അപ്പോഴാണ് പറഞ്ഞത് അത് വീട് പണിക്ക് കൊടുക്കാനാണ്. ഞങ്ങളാണെച്ചെങ്കിൽ 1 ലക്ഷം റുപ്യ അതിന് എടുത്തിട്ട് ചിലവാക്കുകയും ചെയ്തു. ഞങ്ങൾ വീട്ടിൽ സ്വന്തം 4.5 കോടി റുപ്യേൻ്റെ മതിൽ വയ്ക്കണം. അതായത് 5 വീടും 1.5 ഏക്കർ കാപ്പി, ഏലും മുളകും ഒക്കെ കൂടിയായിട്ട് അതൊക്കെ പോയത് തന്നെ. ഞങ്ങൾക്ക് സ്വന്തം പോയതാണ്. ഒഴിഞ്ഞു വന്നും സമാധാനത്തിന് ജീവിക്കാൻ നോക്കുമ്പോഴത്തേനാണ് ഈ സ്ഥിതിയിൽ കിടക്കുന്നത്. വീട് തൊട്ടാൻ തുടങ്ങിയിട്ട് പറഞ്ഞപ്പോൾ 4 കൊല്ലമായി. പക്ഷെ അന്നൊക്കെ ചെറുതായതായിട്ട് ഇപ്പം ഇങ്ങനെ പൊട്ടി നിൽക്കാൻ തുടങ്ങിയത് ഒരു കൊല്ലത്തൊന്നും കണ്ട. ഇനി ഇത് കൂടുതൽ ചെയ്യുക, ഏത് സമയത്തും ഇത് പൊളിഞ്ഞാടൂല. 10 സെന്റ് മുതൽ 2 ഏക്കർ വരെ സ്ഥലമുള്ള ആളുകളും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരുന്നു അവിടെ ഉള്ളത്. കാരണം കൃഷിയായിട്ടും മറ്റേതായിട്ടും ഒക്കെ ജീവിച്ചു വരുന്ന ആളുകളാണ്. ആ പൊട്ടിയ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2-2.5 വർഷത്തോളം വാടകയ്ക്ക് മാത്രം താമസിച്ച അവസ്ഥയുണ്ടായി. കാരണം ഞങ്ങൾക്ക് പഞ്ചായത്ത് അന്ന് ഇവിടുന്ന് അവിടുന്ന് നിന്നൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു 3000 രൂപ തിരിച്ചൊരു 3-4 മാസം ഞങ്ങൾക്ക് വാടക വന്നു. അത് കഴിഞ്ഞ് വാടകയും നിലനിന്ന്, കാരണം പണിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ച് വന്നിട്ടാണ് നമ്മൾ ബഹുമാനപ്പെട്ട ശ്രേയസ് കുമാർ, അദ്ദേഹം നല്ല ഇത് വരട്ടെ എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം 7 ഏക്കർ സ്ഥലം കണ്ടെത്തി ഞങ്ങൾക്ക് അനുവദിച്ച് തന്നത്. അതിൽ സർക്കാർ നമുക്ക് തന്ന എന്താ 4 ലക്ഷം രൂപ. നമ്മൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എല്ലാവരും ഒന്നിച്ച് നിന്ന് സന്നദ്ധ സംഘടനകളും മറ്റുള്ളവരൊക്കെ കൂടി 3 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ സ്പോൺസർമാർ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് 7 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ വീട് 49 കുടുംബത്തിന് തന്നത്. അന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞെന്താ, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു തരണം, ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം വേണമെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, 7 സെൻറ്റാണ് അവർ തന്നത്. ആ സമ്മതിച്ച് 7 സെൻറ്റ് മതി. ചെയ്യുന്ന വീടുകൾ മാന്യമായിട്ട് താമസിക്കേണ്ട രീതിയിൽ. കാരണം ഒരു കുടുംബത്തിൽ തന്നെ 5, 6, 7 പേരുണ്ട്. പ്രായമായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ താമസിക്കേണ്ട നല്ലൊരു രീതിയിലുള്ള വീടുകൾ തരണമെന്ന് ഇവരോട് നമ്മൾ പറഞ്ഞതാണ്. അന്ന് ഇവർ പറഞ്ഞെന്താ അത് പറ്റില്ല, ഇവർ പറയുന്ന വീട്ടിൽ താമസിക്കുക. 4-5 വർഷമായി കലക്ടറും മറ്റേ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലും മറ്റുള്ള MLA ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ നിരന്തരം ഓരോ വിഷയങ്ങളായി ഞങ്ങൾ സംസാരിക്കുന്നു. ഇന്ന് വരെ ഇതിനൊരു പരിഹാരം കണ്ടില്ല.
ഇപ്പോൾ ഒരു 4-5 വീടുകൾ അവർ സ്വന്തം പൈസ കൊടുത്ത് പിന്നെ കാശ് മുടക്കിയിട്ട് കുറേ ആളുകൾ ലോണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് 4-5 കുടുംബങ്ങൾ പൊളിച്ച് വാർത്ത് താമസിക്കാനുള്ള സൗകര്യം പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. 3-4 വീടുകൾ ഇവിടുന്ന് മാറി താമസിക്കേണ്ട അവസ്ഥകൾ വരിക. മഴ പെയ്യുമ്പോൾ മാറിക്കാണാൻ കുട്ടികൾ പഠിക്കുമ്പോൾ ഹെർത്തടിക്കുകയാണ് കേട്ട് മഴവെള്ളം വന്നിട്ട് സ്വിച്ച് ഇടാൻ പറ്റുന്നില്ല, ടൈല് വൈകിട്ട് വീഴുന്ന ഒരവസ്ഥകളൊക്കെയാണ് വരുന്നത്. 2023 മുതൽ ഞങ്ങൾ കളക്ടറേറ്റിലാണ്. ഓരോ മാസം കൂടുമ്പോഴും പോകും, കളക്ടറെ കാണും. ചോർച്ചയാണ്, ഇലക്ട്രിക് ഷോക്കാണ്, പരിഹരിക്കാം. ഉദ്യോഗസ്ഥന്മാർ വരും, നിർമ്മിതി വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് അത് കളക്ടറേറ്റ് എത്തിയപ്പോൾ അത് പറ്റൂല, വേറെ ഏജൻസി വേണമെന്നാണ്. അങ്ങനെ ഓൾ കേരള ബിൽഡിംഗ് അസോസിയേഷനെ കൊടുന്ന് എസ്റ്റിമേറ്റ് എടുത്ത് അപ്പോൾ അതേത് പിന്നെ പോകുമ്പോൾ പറയും അതും പറ്റൂല. പിന്നെ PWD വന്ന് ലാസ്റ്റ് എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുള്ളൂ. ഏകദേശം ഒരു 10-15,000 റുപ്യൻ്റെ പേപ്പർ വർക്ക് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോയിട്ട്. അടിയന്തരമായിട്ട് ഇനി ഇത് ചെയ്തു തരല്ലാതെ വേറെ നിർവാഹമല്ല. മഴ ഇനി എപ്പോൾ പെയ്താലും ആ വീടുകളൊക്കെ എപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ കണ്ട അവസ്ഥയുള്ളത്.